ആലുവ യൂസി കോളേജിൽ പഠിക്കുന്ന കാലത്ത് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, കോളേജ് മാഗസിനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് സാഹിത്യമായിരുന്നില്ല എൻ്റെ ഒരു പ്രധാന താല്പര്യം ആ കാലത്ത്. കുറച്ചും കൂടെയൊക്കെ കണക്കും സയൻസും അങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലാണ് നോവൽ എന്നുള്ള സാഹിത്യ രചനയിലേക്ക് വരുന്നതും ഒക്കെ. അതിന് കാരണമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു പ്രഭാഷണത്തിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 21ാം നൂറ്റാണ്ടിൽ ആണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത് ഗൗരവമായി. 2003 ആൽഫ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് ഒരു 2001 എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പുതുകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 21ാം നൂറ്റാണ്ടാണ്. 20ാം നൂറ്റാണ്ടിന് ശേഷം 21ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നോവൽ എന്നുള്ള സാഹിത്യ രൂപത്തിന് വരുന്ന മാറ്റങ്ങൾ, എഴുത്തിൽ മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ സംഭവിക്കുന്ന മറ്റു മാറ്റങ്ങളോട് ചേർത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കാം, 21ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായ മാറ്റങ്ങളും ഇതിനെങ്ങനെ കാരണമാകുന്നു, ഇത്തരം ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവെക്കാം എന്നാഗ്രഹിക്കുന്നത്. 90കളുടെ തുടക്കത്തിൽ ഗ്ലോബലൈസേഷന്റെ ഒരു കടന്നുവരവോടുകൂടി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആഗോളതലത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്ലാൻ, അതുപോലെ ഫുകുയാമയുടെയൊക്കെ പ്രബന്ധങ്ങൾ വരുന്ന ഒരു കാലം, എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നു. ക്യാപിറ്റലിസം ആഗോളതലത്തിൽ അതിൻ്റെ ഏറ്റവും ശക്തമായൊരു നിലയിലേക്ക് എത്തുന്നൊരു കാലം. സ്വാഭാവികമായിട്ടും കച്ചവട മുതലാളിത്തത്തിന്റെ ഒരു ഇടപെടൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു വരുന്ന ഒരു കാലം. 70-80കളിലെ രാഷ്ട്രീയ സ്വപ്നങ്ങളൊന്നും നിലനിൽക്കാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ വലിയ പരിക്കേൽക്കുന്ന ഒരു കാലം. സ്വാഭാവികമായിട്ട് എഴുത്തും വായനയിലും ഒക്കെ ആ വ്യത്യാസങ്ങൾ വരികയാണ്. ഞാൻ 61 ജനിച്ച് 70കളിലൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചിരുന്ന തലമുറയിൽപ്പെട്ട ഞങ്ങളെ ദാർശനികമായി ഈ ഒരു മാറ്റം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പുതിയ ഒരു കാലത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ചില പ്രത്യയശാസ്ത്രങ്ങൾ അതേ രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. അതിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ അത് പൂർണ്ണമായി അപ്രസക്തമായി എന്നുള്ള നിലയിലല്ല പറയും. 70കളിലെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക്, സമത്വത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾക്ക് വലിയ പരിക്കേൽക്കുന്ന ഒരു കാലത്തിലേക്ക്, മത്സരത്തിൻ്റെയും വിൽപ്പനയുടെയും ലാഭത്തിൻ്റെയും അതുണ്ടാക്കുന്ന ആഘോഷങ്ങളുടെയും അതിൻ്റെയൊക്കെ ഒരു ഹിംസയുടെയും ഒക്കെ ഒരു കാലത്തിലേക്കാണ് 21ാം നൂറ്റാണ്ടിലേക്ക്. 90കളിലെ ഈ ഒരു പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയ്ക്ക് ശേഷം 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചകൾ അതാണ്. അത്തരം ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. ലോകത്തിലെ എല്ലാ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൂടി ബാധിക്കുന്നു. ഒരു രാജ്യം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റാതെ വരും. കച്ചവടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിനിമയങ്ങൾ, കമ്മ്യൂണിക്കേഷനിൽ വലിയ വിപ്ലവം നടക്കും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഗൂഗിൾ മീറ്റ് തന്നെ അതിന്റെ വലിയൊരു ഉദാഹരണമാണ്. വാർത്താ വിനിമയ രംഗത്ത്, വിവരസാങ്കേതിക വിദ്യയിൽ വലിയൊരു കുതിച്ചുചാട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം. മനുഷ്യന്റെ ചിന്തകൾക്ക് വലിയ മാറ്റം വരുന്നു. അവന്റെ ജീവിത രീതിക്കൊക്കെ മാറ്റം വരുന്നു.
ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ് കൂടുതൽ ശക്തമാകും, സോഷ്യൽ മീഡിയ വരുന്നു. അങ്ങനെ ഒരു 20 വർഷം എടുത്താൽ, 21ാം നൂറ്റാണ്ടിലേക്ക് വന്ന ഈ കാലം എടുത്താൽ വലിയ തോതിൽ ലോകം മാറി മറയുന്ന ഒരവസ്ഥയാണ്. 90കളിലൊക്കെ എഴുത്തിന്റെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെയൊക്കെ മരണമണി എന്ന ചർച്ചകൾ നടന്നിരുന്ന ഒരു കാലം. വിവരസാങ്കേതിക വിദ്യയുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും കടന്നുവരവോടുകൂടി എഴുത്തും പുസ്തകങ്ങളും എല്ലാം അപ്രസക്തമാകും. അത്തരത്തിലുള്ള എഴുത്തിനുള്ള ഒരു ഇന്റലക്ച്വൽ സ്റ്റാമിന പുതിയ തലമുറയിൽ വരുന്ന എഴുത്തുകാർക്ക് ഇല്ല എന്നൊക്കെ പല നിരൂപകരും വിലയിരുത്തിയിരുന്നൊരു കാലം. എഴുത്തും വായനയും ഒക്കെ അങ്ങ് ചുരുങ്ങി പോകുമെന്നും ഇത്തരം ആഘോഷങ്ങളിലേക്ക് മാറുമെന്നും സർഗാത്മകമായിട്ടുള്ള എഴുത്തിനൊന്നും ഇനിയൊരു സാധ്യതയില്ല എന്നൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ആ കാലം. വ്യക്തിത്വ വികസന ഗൈഡുകളുടെയും ആത്മചരിതങ്ങളുടെയും ആത്മഭാഷണങ്ങളുടെയും കാലമാണിനി, സർഗാത്മകമായ രചനകളുടെ കാലമല്ല എന്ന് മലയാളത്തിൽ വളരെ പ്രശസ്തരായ ചില നിരൂപകർ ഈ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ അതിനോട് അപ്പുറത്തോ അപ്പുറത്തോ നിൽക്കുന്ന കാലത്തൊക്കെ നിരീക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിവരെ കുറ്റമായിട്ട് പറയുന്നില്ല. ആ ഒരു കാലത്ത് നടക്കുന്ന മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ വായനയോടുള്ള താല്പര്യത്തിൽ വലിയ മാറ്റം വരുന്നു. ആ മാറ്റത്തിൽ ഇത്തരം പുസ്തകങ്ങൾ, ആത്മകഥകളുടെ ഒരു വലിയ ആഘോഷം വരുന്നത് കാണാം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുന്നു. ക്രിയേറ്റീവ് റൈറ്റിങ്ങിന്റെ റീഡിങ്ങിലോ താല്പര്യം ഇല്ലാതെയായി പോകുന്നു. ആ കാലത്ത് നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള, നമ്മളെ വളരെ ബഹുമാനിക്കുന്ന നിരൂപകരും അധ്യാപകരുമായിട്ടുള്ള ആളുകൾ നടത്തിയ ചില നിരീക്ഷണങ്ങളാണ്. ഞാനതിനെ കുറച്ച് കാണുകയില്ല. പക്ഷേ 2021 എത്തുമ്പോൾ വലിയൊരു മാറ്റം ഈ 20 കൊല്ലം കൊണ്ട് സംഭവിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ ആണെങ്കിലും ദൃശ്യമാധ്യമങ്ങളുടെ ആണെങ്കിലോ പുതിയൊരു കാലത്തിൻ്റെയൊക്കെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് സർഗാത്മകമായ എഴുത്ത് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാം. മലയാളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരു ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ അതിനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാനുള്ള ഒരു സമരം അല്ലെങ്കിൽ സ്ട്രഗിൾ നടത്താനുള്ള കേപ്പബിലിറ്റി തന്നെ നമുക്കുണ്ടാകും. ഏത് വെല്ലുവിളികളെയും മറികടക്കാൻ, അതിജീവിക്കാനുള്ള ഒരു എഴുത്തിലും സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. പുസ്തകങ്ങളുടെ മരണമണി എന്ന് പറഞ്ഞ ഒന്നും യാഥാർത്ഥ്യമായില്ല. കൂടുതൽ പുസ്തകങ്ങൾ എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമായിട്ട് മാറി. ഇതിൽ കഥ, നോവൽ, കവിതയിൽ തീർച്ചയായിട്ടും കഥയിലും നോവലിലും കുറച്ച് കൂടുതലായിട്ട് അത്തരം ഇടപെടലുകൾ ഉണ്ടാവാം. ചില നിരൂപകരൊക്കെ കഥയാണ് കൂടുതൽ സജീവമായിട്ട് നിൽക്കുന്ന സാഹിത്യ രൂപമെന്ന് പറയാറുണ്ട്. ഞാൻ അത്തരം ഒരു ഡിബേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരാളല്ല അതുകൊണ്ട്. പക്ഷേ ഈ കാലത്ത് നോവൽ എന്നുള്ള സാഹിത്യ രൂപം ഈ വെല്ലുവിളികളെ നേരിട്ട് അതനുസരിച്ച് സ്വയം നവീകരിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് കാണാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഇൻസൈഡ് കവർ ഒരു പരസ്യം വരുന്നതാണ്. നിങ്ങൾ ചിലരെങ്കിലും ആ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കറുപ്പും വെളുപ്പും നിറത്തിൽ വന്ന പരസ്യം. TP രാജീവന്റെ പാലേരി മാണിക്യം നോവൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നതിന് കമൽറാം സജീവ് കൊടുത്തൊരു ആഡ്. മാതൃഭൂമിയിൽ ഒരു ഡിക്റ്റേറ്റീവ് നോവൽ എന്ന്. ആ പരസ്യം വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു പരസ്യമായിരുന്നു. മാതൃഭൂമി പോലെയുള്ള ആഴ്ചപ്പതിപ്പിൽ അതുവരെ കഥയും നോവലൊന്നും എഴുതാത്ത കവിയായിട്ട് അറിയപ്പെട്ടിരുന്ന TP രാജീവൻ ഒരു ഡിക്റ്റേറ്റീവ് നോവൽ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വായനക്കാരും വലിയൊരു അത്ഭുതമാണ്.
പക്ഷെ ആ നോവൽ വന്നപ്പോൾ അതൊരു സാമ്പ്രദായിക ഡിറ്റക്റ്റീവ് നോവൽ ആയിരുന്നില്ല. മലയാളം നോവലിന്റെ ദിശ തിരിച്ചു വിട്ട ഒരു കൃതിയായിട്ട് പാലേരി മാണിക്യം മാറി. അത് പിന്നീട് സിനിമയാകുന്നു, കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. നോവൽ എഴുത്തിനെ കുറിച്ച് അതുവരെ നിലനിന്നിരുന്ന ബോധ്യങ്ങളെ മാറ്റിക്കൊണ്ട് ഭാഷയിൽ അല്ലെങ്കിൽ ചരിത്രപരമായ കാര്യങ്ങളെ സമീപിക്കുന്നതിൽ, ആഖ്യാനത്തിൽ, എല്ലാ തരത്തിലും രാജീവൻ വലിയ മാറ്റങ്ങളാണ് നോവലിൽ കൊടുക്കൊണ്ടുവന്നത്. വായനക്കാർ സ്വാഭാവികമായിട്ട് ആ നോവലിലേക്ക് ആകർഷിക്കപ്പെടുന്നു. വളരെ ദാർശനികമായ ഭാരത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ആധുനികതയുടെ ഒക്കെ കാലത്ത് വളരെ സങ്കീർണമായിട്ടുള്ള നറേഷൻ രീതികളൊക്കെ മാറിയിട്ട്, എന്നാൽ വളരെ ലളിതമായിട്ടുള്ള നോവലൊന്നുമല്ല. തീർച്ചയായിട്ടും വളരെ ഗൗരവമായ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ടോ. എന്നാൽ തൻ്റെ മുന്നിലുള്ള വായനക്കാരെ, പുതിയ കാലത്തെ വായനക്കാരെ കുറിച്ച് കൃത്യമായൊരു ബോധ്യം ഉള്ള എഴുത്തുകാരനെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഒരു നോവൽ വലിയ തോതിൽ മാറ്റം വരുത്തും. ഏതാണ്ട് അതേ സമയത്തോ അല്ലെങ്കിൽ അതിനോട് അടുത്ത കാലത്തോ തന്നെയാണ്, അതിന് തൊട്ട് മുമ്പോ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഒരു കാലഗണന പറയാൻ കഴിയില്ല, ആടുജീവിതം വരുന്നത് ബെന്യാമിൻ. അത് നേരിട്ട് പുസ്തകമായിട്ടാണ് വരുന്നത്, റിയലൈസ് ചെയ്യല്ല. ആടുജീവിതം മലയാളിയുടെ വായനാ രീതിയെ വലിയ തോതിൽ മാറ്റിമറിഞ്ഞു. പുസ്തകങ്ങളിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെ അകന്നകന്ന് പോയിക്കൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ വീണ്ടും വായനയിലേക്ക് തിരിച്ചു വരുന്നതിന് നിമിത്തമാകുന്നത് ആടുജീവിതം എന്ന നോവൽ. അതുവരെ പ്രവാസികളായിട്ടുള്ള എഴുത്തുകാർ അല്ലെങ്കിൽ പ്രവാസ വിഷയങ്ങൾ എഴുതുന്ന ആളുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ എഴുതാൻ സ്വീകരിച്ചിരുന്ന ഭാഷയോ അല്ലെങ്കിൽ അതിൻ്റെ ആഖ്യാന രീതികളോ ഒന്നുമല്ലാതെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടുന്ന ഒരു ഭാഷയിലൂടെ ബെന്യാമിൻ ആടുജീവിതം എഴുതുന്നു. അത് വായനക്കാർ അത് ആഘോഷിക്കുന്നു. ഈ കൃതികളെയൊക്കെ പറ്റി ഇപ്പൊ പാലേരി മാണിക്യത്തെ പറ്റിയോ അല്ലെങ്കിൽ ആടുജീവിതത്തിനെയൊക്കെ പറ്റി പല അഭിപ്രായങ്ങളുണ്ടാവാം. ഞാൻ അത്തരം ഒരു തരത്തിലേക്കല്ല പോകുന്നത്. ഇതൊക്കെ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ, അതിന്റെ റെലവൻസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരു പുസ്തകവും വായിച്ചിട്ടില്ലാത്ത പലരും ആടുജീവിതം വായിച്ചെന്ന അഭിമാനത്തോടു കൂടി തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വ്യാപകമായിട്ട് വായിക്കപ്പെടാനും ആടുജീവിതം വായിച്ചു കഴിയുമ്പോൾ വീണ്ടും മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നതിലേക്ക്. ഈ രണ്ട് കൃതികൾ രണ്ട് തരത്തിലാണ് ഇവർ സ്വാധീനിക്കുന്നത്. ഇപ്പൊ ബെന്യാമിന്റെ കൃതി വളരെ വ്യാപകമായ ഒരു തലത്തിലുള്ള വായനയായിരുന്നെങ്കിൽ വളരെ ഒരു ഭൗതികമായ തരത്തിലാണ് രാജീവന്റെ പുസ്തകം വായിക്കുന്നത്. അധികം താമസിയാതെ സമയത്ത് തന്നെയാണ്, ഇത് കഴിഞ്ഞ് ഉള്ളൊരു സ്റ്റേജിലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്നുള്ള നോവൽ വരും. സുഭാഷ് അതിന്റെ ആദ്യത്തെ നോവലാണ്. ഈ രണ്ട് നോവലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സുഭാഷിന്റെ നോവൽ വരുമ്പോൾ അത് വളരെ സമഗ്രമായ മലയാളിയുടെ ഒരു സാമൂഹിക വൈകാരിക ചരിത്രത്തിന്റെ ആഖ്യാനമായിട്ട് വളരെ സൂക്ഷ്മമായ തലത്തിലുള്ള രചനയായിട്ട് മാറും. KR മീരയുടെ ആരാച്ചാർ ഇതേ സമയത്ത് തന്നെ വരും. ഈ നോവലുകൾക്ക് കുറച്ച് മുമ്പ് തന്നെ BJ ജെയിംസിന്റെ കൃതികൾ നമുക്ക് പരിചിതമാണ്. പക്ഷെ അത് ഇത്രയും ഒരു ആഘാതം ഉണ്ടാക്കിക്കൊണ്ടല്ല വന്നത്. നിരീശ്വരനൊക്കെ വരുമ്പോൾ വലിയ തോതിൽ എഴുത്തിലും അതിൻ്റെ രീതിയിലും ഒക്കെ വ്യത്യാസം വരികയും വായനയിൽ വലിയ ഉത്സവങ്ങളായിട്ട് ആ കൃതികൾ മാറുകയും ചെയ്യും. 90കളിൽ പുസ്തകങ്ങളുടെ മരണമണി അല്ലെങ്കിൽ ഇതിനൊരു ഭാവിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് 2010, 12 എന്നൊക്കെ പറയുന്ന ഒരു കാലം എത്തുമ്പോഴേക്കും മലയാളത്തിൽ വളരെ സജീവമായിട്ട് വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ ഉണ്ടാകും. ഇവയുടെയൊക്കെ പരിഭാഷകൾ, ഈ പരിഭാഷകൾ നല്ല തോതിൽ സ്വീകരിക്കപ്പെടുന്നു. ബെന്യാമിന്റെ മനുഷ്യനാമുഖത്തിന്റെ പരിഭാഷ, ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ക്രോസ്വേർഡ് പുരസ്കാരം കിട്ടും, ഫാത്തിമ ട്രാൻസ്ലേഷൻ. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകളുടെ പരിഭാഷയ്ക്ക് JCB അവാർഡ് കിട്ടും, ക്രോസ്വേർഡ് അവാർഡ് കിട്ടും.
മീരയുടെ പുസ്തകങ്ങളും അതുപോലെ വ്യാപകമായിട്ട് മറ്റു ഭാഷകളിലേക്ക് പോവുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും ഉയർന്ന തുക, ആ തുക ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്, എങ്കിലും അതിനൊരു പ്രസക്തിയുണ്ട്, അതിനെ കുറച്ച് കാണാൻ പറ്റില്ല. JCB അവാർഡ് എന്ന് പറഞ്ഞ് പുതിയൊരു അംഗീകാരം കൊണ്ടുവരുമ്പോൾ 3 തവണയാണ് അതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആ 3 തവണയിൽ 2 തവണയും മലയാളത്തിലെ എഴുത്തുകാർക്ക്. ആദ്യത്തെ ഇത് ബെന്യാമിന്റെ നോവലിന് കിട്ടുന്നു. രണ്ടാമതൊരു നേരിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ കാശ്മീർ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന മാധുരി ഒരു പുസ്തകത്തിനാണ് കിട്ടുന്നത്. അടുത്ത ഇത് വീണ്ടും ഹരീഷിന്റെ മീശ എന്നുള്ള നോവൽ. ഇത്തവണത്തെ ഇപ്പം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. 13-ാം തീയതി 14-ാം തീയതി അങ്ങനെ ഏതൊരു ദിവസമാണ്. അതിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ 2 മലയാള പുസ്തകങ്ങൾ, മുകുന്ദേട്ടന്റെ ഡൽഹിയും അതുപോലെ ജെയിംസിന്റെ ആന്റി ക്ലോക്കും. ഇന്ത്യൻ സാഹിത്യത്തിൽ മലയാള നോവലുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കിട്ടുന്ന ഒരു കാലമാണ്. ഞാൻ JCB അവാർഡ് മാത്രം ഒരു മാനദണ്ഡമായിട്ട് പറയുന്നില്ല. പലതവണ ക്രോസ് വേർഡ് അവാർഡുകൾക്ക്, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് പരിഭാഷകൾക്കുള്ള കൊടുക്കുന്ന ക്രോസ് വേർഡ് അവാർഡുകൾക്കെല്ലാം മലയാളത്തിൽ നിന്ന് പുസ്തകം കിട്ടുന്നു. ഇപ്പൊ പ്രഭാകരൻ മാഷ പുസ്തകത്തിന് ഇതിന് മുമ്പുള്ള തവണ അവാർഡ് കിട്ടുന്നു. അതേപോലെ ബെന്യാമിന്റെ, സുഭാഷ് ചന്ദ്രന്റെ ഒക്കെ കിട്ടും. അപ്പൊ മലയാളത്തിലെ നോവലുകൾ ഇന്ത്യൻ സാഹിത്യത്തിലും അതുപോലെ തന്നെ അതിന്റെ അടുത്ത ലോക സാഹിത്യം, ബെന്യാമിന്റെ നോവൽ ആഗോള തലത്തിൽ തന്നെ കൂടുതൽ പല രാജ്യങ്ങളിലും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും. ഇതിന്റെയൊക്കെ കൂടെ ഒരു കാലത്ത് എഴുതാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്നെ പോലുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് പല പുതിയ എഴുത്തുകാരും ഇതിനോട് സമാനമായിട്ട് വരും. വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വന്ന ചില എഴുത്തുകാർ. ഇപ്പൊ രാജശ്രീയുടെ നോവൽ FBയിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും കല്യാണി എന്ന ദാക്ഷായണി എന്ന 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞ നോവൽ വലിയ തോതിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും. ബിനോയ് തോമസിന്റെ നോവൽ, ബിനോയ് തോമസിന്റെ പുറ്റ് എന്ന് പറഞ്ഞ നോവൽ, ദേവദാസിന്റെ ചെപ്പും പന്തും, അതുപോലെ ഉള്ള മറ്റ് നോവലുകൾ, ഷിനിലാലിന്റെ സമ്പർക്രാന്തി എന്നൊക്കെ പറഞ്ഞ നോവൽ വരുന്നു. നിരവധി പുതിയ എഴുത്തുകാർ നോവൽ എഴുത്തിലേക്ക് വരികയും അവരുടെ കൃതികൾ നല്ല രീതിയിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? ഈ പുതിയൊരു കാലത്ത് എങ്ങനെ ഇത് സാധ്യമായി? പലരും പല വഴികളാണ് ഉപയോഗിച്ചത്. ഇപ്പൊ ബെന്യാമിൻ സ്വീകരിച്ച വഴിയല്ല മീര ആരാചാരിലോ ഗാഥകളിലോ ഒക്കെ ഉപയോഗിക്കുന്ന വഴി, മറ്റൊരു വഴിയാണ്. സുഭാഷ് ചന്ദ്രൻ സമുദ്രശിലയിലൊക്കെ എത്തുമ്പോൾ വേറൊരു രീതിയിലാണ് എഴുതുന്നത്. ഇതില് പുതിയൊരു കാലത്ത് മലയാള സാഹിത്യത്തിൽ കഴിഞ്ഞൊരു 20 അല്ലെങ്കിൽ 10-15 കൊല്ലങ്ങൾക്കുള്ളിൽ സംഭവിച്ച എഴുത്തുകളാണെങ്കിൽ കൂടി ഏതെങ്കിലും കൃത്യമായ ഒരു മാനദണ്ഡം വെച്ച് ഇവയെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നു. വളരെ വ്യത്യസ്തമായ രീതികളാണ് രാജീവിന്റെ തന്നെ അടുത്ത് വന്ന നോവലുകൾ. അതേപോലെ ഇതേ സമയത്ത് മുകുന്ദേട്ടന്റെയും സാറ ടീച്ചറിന്റെയും സേതുവേട്ടന്റെയും ഒക്കെ നോവലുകൾ വളരെ ശക്തമായിട്ട് ഇതിന് സമാന്തരമായിട്ട് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ബുദ്ധനി പോലെയുള്ള ടീച്ചറുടെ നോവൽ വരുന്നു. നോവൽ ഈ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ഇനി ഒരു ഭാവിയും എഴുത്തിനില്ല അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ഇല്ല എന്നതിനെ എന്ന വിലയിരുത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മലയാളത്തിൽ നോവൽ വളരെ സജീവമായിട്ട് വരുന്നു. അതിന് ഉപയോഗിച്ച പല രീതികളുണ്ടാവും എഴുത്തിന്റെ. ചിലർ വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയത്തിന്റെ തലത്തിൽ നിൽക്കുന്ന രചനകളായിരിക്കാം ചെയ്തത്. ചിലർ പോലും വളരെ പ്രാദേശികമായ ഭാഷാ രീതികളുടെ സൗന്ദര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ, സ്ത്രീകളുടെ, മുസ്ലിങ്ങളുടെ, ദളിത് പക്ഷത്തുള്ള ആളുകളുടെ, അവരുടെയൊക്കെ കൃത്യമായ ഒരു മുന്നേറ്റം ഈ ഭാഗത്തുണ്ടാകും. എരി പോലെ പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ നോവൽ, അത് അദ്ദേഹം
ഇടയ്ക്ക് വെച്ച് നമ്മളെ വിട്ടുപോയതും തുടർന്ന് എഴുതാതിരുന്നൊക്കെ വലിയൊരു നഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിശക്തമായ എഴുത്തിന് സാധ്യത ഉണ്ടായിരുന്ന എഴുത്തുകാർ. ബിനോയുടെയോ അല്ലെങ്കിൽ ഫ്രാൻസിസ് നറോണയുടെയോ ഒക്കെ എഴുത്തിൽ തീർച്ചയായിട്ടും വൈവിധ്യങ്ങൾ നമുക്ക് ഒരു ചിലർ ഒരു വയനാട് പോലെയുള്ള സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളുടെ ആണെങ്കിൽ ഇപ്പുറത്ത് സമുദ്ര തീരവുമായി ബന്ധപ്പെട്ട അത്തരം ഇടങ്ങളുടെ ജീവിതത്തെ ആഖ്യാനം ചെയ്യുന്ന എഴുത്ത് വരുന്നു. ഫ്രാൻസിസ് നറോണയുടെ പുസ്തകങ്ങളിൽ വരുന്നു. ഓരോ എഴുത്തുകാരനും തൻ്റെതായിട്ടുള്ള ഒരു വഴി മുന്നോട്ട് കൊണ്ടുപോവുകയും പൊതുവായിട്ട് നമുക്ക് ഇതിൽ തോന്നാവുന്ന ഒരു കാര്യം തൻ്റെ വായനക്കാരാരാണ് എന്ന് എഴുത്തുകാരൻ തിരിച്ചറിയുന്നു. തൻ്റെ ഒരു ടാർഗറ്റ് റീഡറെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിൽ ഓരോ എഴുത്തുകാരനും കഴിയും. ബെന്യാമിൻ ടാർഗറ്റ് ചെയ്യുന്ന വായനക്കാരൻ ആരാണ്? അവരായിരിക്കില്ല ഒരിക്കലും KR മീരയുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രന്റെ പുസ്തകം വായിക്കുന്നു. വളരെ വ്യത്യസ്തരായ വായനക്കാരെ ആ തങ്ങളുടേതായിട്ടുള്ള വായനക്കാരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ടാർഗറ്റ് റീഡറെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ എഴുത്തിലെ വിഷയങ്ങളെ, അതിൻ്റെ ഭാഷയെ, ആഖ്യാന രീതികളെ ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. വ്യത്യസ്തമായ വിഷയങ്ങൾ വരും. മലയാള നോവൽ കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഇടത്തിൽ നിന്ന് പോയി അത് ഒരു ഗ്ലോബലായിട്ട് മാറുന്നൊരു കാലം. ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളും മലയാള നോവലിന്റെ ഭാഗമാണ്. വലിയ തോതിൽ ഇതിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഈ കാലത്തുണ്ടാകും. മലയാള നോവൽ മലയാളമല്ലാതെയാകുന്നു എന്ന് പറഞ്ഞ് തുടർച്ചയായ ലേഖന പരമ്പരകളൊക്കെ ചില മാസികകളിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞ എഴുത്തുകാരികളുടെയും കൂടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ബംഗാളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകുന്നു, ആഫ്രിക്കയിലേക്ക് പോകുന്നു. ഇവർക്കൊന്നും മലയാള ജീവിതത്തെ പറ്റി എഴുതാനില്ലേ എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ടെക്നോളജി എഴുത്തിന് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കും. പല രീതിയിലുള്ള ആരോപണങ്ങൾ, അപ്പൊ സമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ, എനിക്കൊക്കെ എതിരെ കാനിബോളിസം പ്രചരിപ്പിക്കാനായിട്ട് നോവൽ എഴുതി എന്നുള്ള ആരോപണം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ടെക്നോളജിയെ പുതിയ കാലത്തെ എഴുത്തുകാർ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. പക്ഷെ ഇത്തരം ആരോപണങ്ങളൊക്കെ അതിൻ്റെ ഒരു വശത്ത് നടക്കുമ്പോഴും എഴുത്തുകാർ അവരുടേതായിട്ടുള്ള വഴി കൂടി മുന്നോട്ട് പോവുകയും അവരുടെ എഴുത്ത്, അവരുടെ കൃതികൾ, അവരുടെ നോവലുകൾ ജനങ്ങളിലേക്ക് എത്തി. ഈ ടെക്നോളജി ഇപ്പൊ വെട്ടിക്കോരൊക്കെ വരുന്ന സമയത്ത് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അത് ടെക്നോളജിയെ ആശ്രയിച്ച് എഴുതപ്പെട്ട ഒരു കൃതിയാണെന്നുള്ള തരത്തിൽ. അത് ഇപ്പൊ നമുക്ക് ഓരോ വായനക്കാരുടെയും അല്ലെങ്കിൽ വിമർശകരുടെയും മുമ്പിൽ അതിനെ ഒരു കേസ് ബാധിക്കണ പോലെ അങ്ങനെയല്ല, അതിൽ വേറെ പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ച് ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. എഴുതി കഴിഞ്ഞാൽ വായനക്കാരുടെയാണ് നോവൽ. വായനക്കാർക്ക് ഇഷ്ടം പോലെ വായിക്കുകയും അതിൽ ഓരോ വായനയിലും ഒരു പുതിയ പാഠമായിട്ട് അത് മാറുകയും യോജിക്കുകയും വിയോജിക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളും പോസിറ്റീവായിട്ട് തന്നെയാണ്. പക്ഷേ ഈ ടെക്നോളജി സുഗന്ധിയില് കാനഡയിൽ ഇരിക്കുന്ന ആള് ശ്രീലങ്കയിൽ ഉള്ള ആളുകളോട് ഇതേപോലെ ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ എഴുതിയത്. അതിൽ ചിലരെന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെയാണോ നോവലിൽ എഴുതേണ്ടത്, അത് സാഹിത്യമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ കോവിഡ് കാലത്ത് ഇത്തരം ചിന്തകൾക്ക് വലിയ മാറ്റമോ, എഴുത്തുകാരാണെങ്കിലും വായനക്കാരും അല്ലെങ്കിൽ സാഹിത്യമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളും വളരെ വ്യാപകമായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നതിൽ വലിയൊരു സന്തോഷം. നൂറുകണക്കിന് ഗൂഗിൾ മീറ്റുകൾ നടക്കുന്നു, പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. പുതിയൊരു കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പുസ്തകങ്ങൾ വ്യാപകമായ രീതിയിൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. മുൻപ് ഏതെങ്കിലും ഒരു വായനശാലയിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ഇടങ്ങളിൽ, സാഹിത്യ അക്കാദമിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പുസ്തക ചർച്ചകളുടെ ഒരു രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ സൂം മീറ്റിങ്ങിലും ഗൂഗിൾ മീറ്റിലും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുക. ആ ചർച്ചകളിൽ ലോകത്തിന്റെ പല ഇടങ്ങളിൽ ഇരുന്ന് ആളുകൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. എഴുത്തിലും വായനയിലും വലിയൊരു ജനാധിപത്യവൽക്കരണം സംഭവിച്ചൊരു കാലമാണ്. എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇടപെടാൻ കഴിയുന്ന രീതി. മറ്റത്
ഒരു മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ കേരളത്തിലുള്ള ആളുകൾ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പുറത്തുള്ള ആളുകൾക്ക് കഴിയത്തില്ല എന്ന് വലിയ തോതിൽ അവർ പരാതി പറയുമായിരുന്നു. ഇന്ന് നേരെ തിരിച്ചിപ്പോ ഷാർജ ബുക്ക് ഫെയർ നടക്കുന്ന സമയം മലയാള പുസ്തകങ്ങളിൽ വളരെ മിക്കവാറും ദിവസങ്ങളിൽ 10ഉം 20ഉം പുസ്തകങ്ങൾ അവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തിലെ എല്ലാ ഇടത്തിലുമുള്ള ആളുകൾക്ക് ഇടപെടാവുന്ന തരത്തിലായിട്ട് ഒരു പുതിയ കാലം മാറും. ഇതൊക്കെയാണ് എനിക്കൊരു ആമുഖമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. തുടർന്ന് ഒരു സംവാദമായിരിക്കും കുറച്ചും കൂടെ നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാം. നിങ്ങൾക്കും കുറച്ചും കൂടെ അതായിരിക്കും പ്രയോജനപ്രദമാകുക. എന്താ വെച്ചാൽ നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ലാത്തത് കൊണ്ടും കൂടിയാണ് അങ്ങനെ പറയുന്നത്. സർ, പുതിയ കാലത്തിന്റെ ആഖ്യാനം വ്യത്യസ്ത രീതിയിലാണ് രചനകളെ സ്വാധീനിക്കുന്നതെന്നും പുതിയ 90കളിലുള്ള നോവൽ രചനയിൽ നിന്നും വ്യത്യസ്തമായി 2010 കൂടി രചയിതാക്കൾ പുതിയൊരു രീതിയിലേക്ക് മാറിയെന്നും എന്നാൽ വ്യത്യസ്തമായി തന്നെ രചന നടത്തിയെന്നും സാർ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ചർച്ചയ്ക്കുള്ള സമയമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ചർച്ചയ്ക്ക് എല്ലാവരും മുന്നോട്ട് വരിക. അങ്ങനെ ഒരു ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുക. വിദ്യാർത്ഥികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. പുതിയ കാലഘട്ടത്തിലെ നോവലുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിലോ അദ്ദേഹം പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ സംസാരിക്കാവുന്നതാണ്. പുതിയ കാല നോവലുമായി ബന്ധപ്പെട്ട് ഒരു സംശയമല്ല, എങ്കിൽ പോലും സാർ പറഞ്ഞപ്പം തോന്നിയ ഒരു കാര്യമാണ്, ഈ കേരളീയ ജീവിതത്തെക്കുറിച്ച് എഴുതാനൊന്നും ഇല്ല എന്നൊരു ആരോപണം നേരിടുന്ന എഴുത്തുകാരനാണ് താനെന്ന് സ്വയം സാർ പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ആദ്യകാല നോവലുകളിലേക്ക് കടക്കുമ്പോൾ ഈ ആദ്യകാല നോവലുകളും നേരിട്ടൊരു പ്രധാന ആരോപണമായിരുന്നു ഇതൊരു പരകീയ സാഹിത്യ പ്രസ്ഥാനമാണല്ലോ, മറ്റൊരു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നൊരു സാഹിത്യ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദുലേഖയൊക്കെ പോലെയുള്ള നോവലുകളൊക്കെ ഈ പാശ്ചാത്യ ലോകത്തെ നോവലുകളുടെ വിവർത്തനം പോലെ അല്ലെങ്കിൽ അതിന്റെ മാതൃക പിൻപറ്റി നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായി വന്നവയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ കുറെയൊക്കെ ശരിയുമാണ്. അപ്പം നമ്മുടെ ഈ ആദ്യകാല നോവലുകളുടെ ഈ പ്രമേയം, ഇന്ദുലേഖയോ അല്ലെങ്കിൽ CV രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികളോ ഒക്കെ പോലുള്ളവയുടെ പ്രമേയങ്ങള് എത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ സാഹിത്യ ലോകത്ത്, അതായത് നിലവിലെ നോവൽ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആധുനികാനന്തരം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇന്നത്തെ സമകാലിക നോവൽ സാഹിത്യത്തെ സ്വാധീനിക്കുന്നത്, അവയിലെയൊക്കെ ഈ പ്രമേയങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മലയാളിത്തമുള്ളതോ അല്ലെങ്കിൽ കേരളീയ പശ്ചാത്തലം ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അതെല്ലാം ഒരു സവർണ വിഭാഗത്തിന്റെ കഥകളായിരുന്നു. താഴേക്കിടയിലേക്ക് ഒരിക്കലും ഇറങ്ങി വന്നിട്ടില്ല. അതിനെയും താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, പഴയ കാലം എന്ന് പറയാൻ വയ്യ, ഇന്ദുലേഖയൊക്കെ എഴുതുന്ന ഒരു കാലത്ത് ആ കാലത്ത് ജീവിതത്തെ തന്നെയാണ് ഒരു പാശ്ചാത്യ കലാരൂപമാണെങ്കിൽ കൂടി നോവലിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പം CV രാമൻപിള്ളയുടെ നോവലാണെങ്കിലും ആദ്യകാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള
കൃതികളൊക്കെ അതിന്റെ ഈ പ്രമേയത്തിന്റെയോ അല്ലെങ്കിൽ ആഖ്യാന ഘടനയിലൊക്കെ പാശ്ചാത്യ സ്വാധീനങ്ങൾ ഉണ്ടാകാമെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പുതിയ കാലത്ത് വരുന്ന ഒരു വ്യത്യാസം, ഞാൻ പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നേരത്തെ പറഞ്ഞതാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ നിന്ന്, ഈവൻ 20-ാം നൂറ്റാണ്ടിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ട് മലയാളികൾ കേരളീയമായ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കേരളത്തിൽ ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് ജീവിക്കുമ്പോഴും അവർ ഒരു ഗ്ലോബലായിട്ട് ജീവിക്കുന്ന ഒരു രീതിയായി മാറും. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നു. നമ്മൾ പലരും നിരന്തരമായി യാത്ര ചെയ്യുന്നു. നമ്മൾ നേരിട്ടോ സാർ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മൈക്കിന് എന്തോ പറ്റിയെന്നാണ്. നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നല്ലേ? സാർ പെട്ടെന്ന് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ചിലപ്പോ ജോയിൻ ചെയ്യുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് കേട്ടിരുന്നോ? കുറച്ച് കേട്ടിരുന്നു സാർ. ഇടയ്ക്ക് ഇപ്പൊ ഒരു 2 മിനിറ്റ്. അപ്പൊ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജീവിക്കുന്ന മലയാളികളുടെയോ അല്ലെങ്കിൽ മലയാളികൾ അല്ലാത്തവരുടെയോ ഒക്കെ ജീവിതവും ജീവിതാവസ്ഥകളും ഒക്കെ നമ്മുടെ കൂടെ ജീവിതമായിട്ട് മാറുന്നു. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ US-ലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡ് എവിടെ ചെന്നാലും മലയാളികളും അവരുടെ ഒരു ജീവിതവും ഇത് നിരന്തരമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഒരു സാഹിത്യ ചർച്ചകളിൽ പോലും ഒരേ സമയം ഇപ്പൊ ഒരു പുതിയൊരു കവിത വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ നോവൽ വരുന്നു, അതിന്റെ ചർച്ച നടക്കുമ്പോൾ ഞാനൊക്കെ അടുത്ത കാലത്ത് പങ്കെടുത്ത മിക്കവാറും ചർച്ചകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് മലയാളികൾ പങ്കെടുക്കുകയാണ്. ഇപ്പൊ ജപ്പാനിൽ ഇരുന്ന് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇരുന്നും US-ൽ ഇരുന്നും ഒക്കെ. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളും ജീവിതാവസ്ഥകളും കൂടി നമ്മുടെ സാഹിത്യത്തിന്റെ സ്വാഭാവികമായിട്ടൊരു ഭാഗമാകുന്നു. അപ്പൊ അത് മുൻകാലങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം. മുമ്പേ CV രാമൻപിള്ളയോ അല്ലെങ്കിൽ ചന്തുമേനോനോ പോലുള്ള ആളുകൾ നോവൽ എന്നുള്ള സാഹിത്യ രൂപത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന അവർക്ക് ശേഷമുള്ള ഒരു കാലത്തും ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ട് വളരെ ഗ്ലോബലായിട്ട് മലയാളി ജീവിക്കാനും ചിന്തിക്കാനും തുടങ്ങിയിരിക്കുന്ന ഒരു കാലമായിട്ട് മാറും. തീർച്ചയായിട്ടും അത് എഴുത്തിന്റെ പ്രമേയത്തെ, ആഖ്യാനത്തെ ഒക്കെ രൂപപ്പെടുത്തുന്നു, ബാധിക്കുന്നു. എന്നാൽ എല്ലാ കൃതികളും ഇതേപോലെ ലോകത്തിലെ പല കാര്യങ്ങളെ പറ്റി ബന്ധിപ്പിക്കുന്നതായിരിക്കണം എന്നില്ല. വളരെ സൂക്ഷ്മമായ ഇടങ്ങളിൽ കുറിച്ചുള്ള ആഖ്യാനങ്ങളും ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല എഴുത്തുകാരുടെയും കൃതികൾ അങ്ങനെ കൂടിയാണ്. അതിൽ തന്നെ അവർ വളരെ സുതാര്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ നടത്തുന്നു. അതേപോലെ വളരെ ധീരമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ജീവിതം മുഖ്യധാരയിലേക്ക് വരുന്നു. ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകളുടെ ജീവിതം മുഖ്യധാര എഴുത്തിന്റെ ഒരു ഭാഗമാകുന്നത്. മീസയിലാണെങ്കിലോ അല്ലെങ്കിൽ ബിനോയ് തോമസിന്റെ നോവലിലാണെങ്കിലോ ഫ്രാൻസിസ് നറോണയുടെ പുസ്തകങ്ങളിലാണെങ്കിലും രാജശ്രീയുടെ നോവലിൽ എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുവരെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന പല ആളുകളും വളരെ സജീവമായിട്ട് വരുന്ന അവരുടെ ഭാഷ വരുന്നു. സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മാറ്റം എഴുത്തുകാർ അത് പുതിയൊരു കാലത്തിന്റെ ഒരു പൾസ് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടും.
അതാണ് ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെ സംശയങ്ങൾ ദൂരീകരിക്കാം. സാറേ നമസ്തേ. നമസ്തേ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, ചോദിക്കും. സാറേ, സാറിന്റെ കൃതിയായ ഫ്രാൻസിസ് ഇറ്റിക്കോരയുടെ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. അപ്പോൾ താങ്കൾ ആ കൃതി എഴുതുമ്പോൾ താങ്കളെ ആ കൃതിയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് പറയാവോ? അതായത് ഇപ്പോൾ ഈ ചിഹ്നശാസ്ത്രം പോലെയുള്ള വസ്തുതകൾ ഉപയോഗിച്ചുള്ള ഡാൻ ബ്രൗണിന്റെ പോലെ ലോക പ്രശസ്തമായ കൃതി വരുന്നതിനോടാണ് ഞാൻ പല സോഷ്യൽ മീഡിയയിലും സാറിന്റെ ഫ്രാൻസിസ് എന്ന കൃതി താരതമ്യം ചോദ്യം മുഴുവൻ വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നില്ല. ഈ ഇറ്റിക്കോരയിലെ ഒരു ആഖ്യാന രീതിയിലേക്ക് എങ്ങനെ വന്നു എന്നാണൊന്ന് മനസ്സിലാക്കുന്നത് ഞാൻ. എൻ്റെ ആൽഫ എന്നുള്ള നോവലിന് ശേഷം, ആൽഫയാണ് എൻ്റെ ആദ്യത്തെ നോവൽ വരുന്നത്. ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇറ്റിക്കോര വരുന്നത്. 2008 ഒരു വീക്കിലിയിൽ സീരിയലൈസ് ചെയ്യുന്നു, പിന്നീട് പുസ്തകമായിട്ട് വരികയും ചെയ്യും. ആൽഫ എഴുതുന്ന സമയത്ത് എനിക്ക് നോവലിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണയും സങ്കല്പങ്ങളും ഒക്കെ ആ എഴുത്തിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്ത് എന്നെ പ്രചോദിപ്പിച്ചിരുന്ന നോവലുകൾ ഓൾഡ് ഫാന്റസി പോലെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ പോലെയുള്ള, മലയാളത്തിൽ CR പരമേശ്വരന്റെ പ്രകൃതി നിയമം പോലെയുള്ള പുസ്തകങ്ങൾ വലിയ തോതിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിന്റെ പ്രമേയം എന്നുള്ള തരത്തിലല്ല പറയുന്നത്, ആഖ്യാന രീതിയെ കുറിച്ച്. അപ്പൊ കഴിയുന്നത്ര ചുരുക്കി സൂക്ഷ്മമായിട്ട് പറയുന്ന അത്തരൊരു ശൈലിയാണ് ആ കാലത്ത് എന്നെ ആകർഷിച്ചിരുന്നത്. അതിൽ ആ രീതിയിലാണ് ആൽഫ എഴുതുന്നത്. പക്ഷേ ആൽഫ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയമാണ് അതിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സോവിയറ്റ് യൂണിയന്റെ ഒരു കൊളാപ്സിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് അതിൽ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് ആണ് ആളുകൾ വായിച്ചത്. ഞാൻ വായനക്കാരെ കുറ്റമായിട്ട് പറയുന്നതല്ല. വായനക്കാർക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ വായിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എഴുത്തിൽ ഉപയോഗിച്ച ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെന്റിന്റെ ഒരു ഫ്രെയിം വർക്കിൽ അത് ചെയ്തതുകൊണ്ടും അതിൻ്റെ ഒരു ആഖ്യാനത്തിൽ അത്തരൊരു രീതി സ്വീകരിച്ചത് കൊണ്ടും അതൊരു സയൻസ് ഫിക്ഷനായിട്ട് വായിക്കുകയും അതുമായിട്ട് ബന്ധപ്പെടുന്ന സംവാദങ്ങൾക്കൊക്കെ ക്ഷണിക്കാനൊക്കെ തുടങ്ങി. അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തലം പൂർണ്ണമായിട്ടും വിസ്മരിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടി വരുന്നു. എൻ്റെ എഴുത്തിനെ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്താണെന്ന് വെച്ചാല് എൻ്റെ എഴുത്തിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ തരത്തിൽ വായിക്കപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയില്ല. ഒരു നോവലിൽ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് പുതിയൊരു കാലത്ത് നോവൽ എങ്ങനെയാണ് മാറുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ശ്രമങ്ങളായിരുന്നു ഇതിൽ കുറെ കാലം. ആഗോള തലത്തിൽ നോവൽ എങ്ങനെ മാറുന്നുണ്ട്, മറ്റു ഭാഷകളിൽ, അല്ലെങ്കിൽ ഒരു വേൾഡ് നോവൽ എങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വായിക്കുന്നു. ലിറ്ററേച്ചറിന്റെ പുതിയ രീതികളെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ശേഷമാണ് ഇട്ടിക്കോര വരുന്നത്. അതും ആ കാലത്തെ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ചില അഭിപ്രായങ്ങളും ചേർന്ന് അതിന്റെ നറേഷനെ ബാധിച്ചു. സാഹിത്യം എന്ന് പറയുന്നത് എല്ലാ ജ്ഞാനമേഖലകളും ഒരു ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഡിസ്കോഴ്സുകൾക്കുള്ള ഇടമാവാം, പല വിഷയങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. വായിച്ചു കഴിയുമ്പോഴും അതൊരു ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു കൃതിയായിട്ട് മാറണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അതിൻ്റെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇട്ടിക്കോരയുടെ ഒരു എഴുത്ത് രൂപപ്പെടുന്നത്. ചോദ്യം ഏകദേശം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അതെ സാർ, അത് തന്നെയാണ് ചോദിച്ചത്. എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവുമായിരുന്നു. എല്ലാവരും മുന്നോട്ട് വന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ മാഷെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. മാഷെ നമസ്കാരം, എൻ്റെ പേര് അശ്വിനി എന്നാണ്. ഞാനിവിടുത്തെ വിദ്യാർത്ഥിയല്ല, കാലടിയിലാണ് ഗവേഷണം ചെയ്യുന്നത്. മാഷോട് സംസാരിക്കാൻ കേൾക്കാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഈ പ്രോഗ്രാമിന് വന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ ആൽഫിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പോ അടുത്ത കാലത്ത് ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിത്യകല്യാണി @herstorycard.com. ആ നോവൽ എഴുതുന്നതിന് മുമ്പ് അഭിമുഖീകരിച്ച കുറെ പ്രശ്നങ്ങളിൽ എനിക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റിയ ഒരു വഴി എന്ന് പറഞ്ഞാല്, ആൽഫയിൽ നിന്ന് സുഗന്ധിയിലേക്കുള്ള ഒരു യാത്ര, ഒരു എഴുത്ത് ജീവിതം മറ്റ് പിന്നാലെ വരുന്ന എഴുത്തുകാർക്ക് തരുന്ന ഒരു ആൽഫയിൽ ഉള്ള ഒരു വിധത്തിലുള്ള പരിമിതി, അതിനെയൊക്കെ അതിജീവിച്ചാണ് സുഗന്ധി ഒരു ഞെട്ടിപ്പിക്കുന്ന പുസ്തകമായിട്ട് നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോ പറഞ്ഞൊരു കാര്യം, ആൽഫയുടെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അത് ആദ്യ എഴുത്തിന്റെ പരിമിതിക്കൊപ്പം തന്നെ അത് കുറച്ചധികം ഭാഷ ഇവിടേക്ക് കുറെ ചുരുക്കി കളഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് എനിക്കത് വായിച്ചപ്പോ. കുറെ കൂടി പറയാമായിരുന്ന അപൂർണതയാണ് അതിന്റെ ഭാവം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൽഫയെ സംബന്ധിച്ച്. അതിൽ നിന്ന് ആ അപൂർണതയിൽ നിന്ന് ഉള്ള ഒരു സഞ്ചാരമാണ് പിന്നീടുള്ള പുസ്തകങ്ങളിലൊക്കെ ഉടനീളം കാണാൻ പറ്റിയത്. എന്റെ ചോദ്യം അതല്ല, 2-3 ചോദ്യമുണ്ട്. ഒന്ന്, ഈ ഒരു നോവലിന്റെ ഒരു ഫ്രെയിം തയ്യാറാക്കി കഴിഞ്ഞ് എത്ര കാലം എടുക്കുന്നു അത് എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. 2, ഇത്രമാത്രം ചരിത്രം പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇപ്പൊ അതൊരു ഭാവുകത്വത്തിന്റെ ഭാഗമാണ് നോവലിൽ ചരിത്രം കടന്നു വന്നത് എന്നുള്ളത് ശരിയാണ്, അത് അംഗീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്രമാത്രം ചരിത്രം പറയേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. 3-മത്തെ ചോദ്യമല്ല, ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വാക്കിനോടുള്ള ഒരു വിയോജിപ്പാണ്. എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരുടെ മരണം എന്ന് പറയുന്നത് അതെനിക്ക് എത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. വായനക്കാർക്ക് ഏത് നിലയിൽ വേണമെങ്കിലും ഒരു പുസ്തകം വായിക്കാം എന്നുള്ളതാണ്. പക്ഷേ ആ വായിച്ചതിൽ, ആ എഴുതിയതിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം എഴുത്തുകാർക്കില്ല എന്നുള്ള നിലയിലേക്ക് അത് പോവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞാൽ നിത്യകല്യാണി എന്ന് പറയുന്ന നോവൽ വന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിന് ഇടയിൽ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നം, എന്നെ ഫോണിൽ വിളിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾക്ക് ഇടയിൽ അവർ ചോദിക്കുന്നത് എന്താണ് എന്റെ കമ്മ്യൂണിറ്റി, എന്റെ കാസ്റ്റ്, ജാതി എന്താണെന്നുള്ളതാണ്. അപ്പൊ ഈ കർത്തൃത്വ പദവി അതിന്റെ എല്ലാ തരത്തിലുള്ള ഐഡന്റിറ്റിയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും അതേസമയം എഴുത്തുകാരി മരിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. സന്തോഷം. ആദ്യ ചോദ്യം എന്തായിരുന്നു? ആദ്യം ചോദിച്ചെന്തായിരുന്നു? പക്ഷെ ഈ ഒരു നോവലിന്റെ എഴുത്തിനെ കുറിച്ചാണ്, എഴുത്ത് ജീവിതത്തെ കുറിച്ചാണ്. എത്രമാത്രം സമയം എടുത്താണ് ഒരു പുസ്തകത്തിന്റെ എഴുത്ത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്? അത് ഓരോ കൃതിയും വ്യത്യസ്തമായിരിക്കും. നമ്മൾ എഴുത്ത് നമുക്ക് മനസ്സിലൊരു ആശയമായിട്ടാണ്, എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആശയമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു കഥാരൂപത്തിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരുപാട് വായനകളും ഇത് ചിലപ്പോൾ ഉപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ എഴുതണം എന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാതെ ഉപേക്ഷിക്കപ്പെടുന്നുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് കുറേ കൂടെ നമ്മൾ മുന്നോട്ട് എത്തുന്ന സമയം. ഞാൻ ഈ സുഗന്ധിയുടെ രചന പറ്റി പറഞ്ഞ ഏകദേശം അത് വ്യക്തമാവുന്നുണ്ട്. എനിക്ക് തമിഴ് എഴുത്തുകാരായിട്ട് ഈ ശ്രീലങ്കയിലെ ഈഴത്തമിഴ് എഴുത്തുകാരായിട്ടൊക്കെ ഒരു സൗഹൃദമൊക്കെയുള്ള ഒരാളായിരുന്നു.
ഞാൻ അവരുടെ ചില പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2009 ഇപ്പൊ വേലപ്പ പ്രഭാകരന്റെ വധത്തോടുകൂടി ഇവിടുത്തെ ആഭ്യന്തര വിധാനം അവസാനിക്കുക. അതിനെ തുടർന്ന് 2011 ഒക്കെ കാലത്താണ് ഈ സുഗന്ധി എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം ഒക്കെ വേറെയാണ് തുടങ്ങാനുണ്ടായത്. ആദ്യം ഒരു നോവലറ്റിന്റെ ആദ്യം ഒരു മാസികയിലേക്ക്, ഇപ്പൊ പാഠഭേദത്തിലേക്ക് എഴുതുന്നൊരു ചെറിയ കുറിപ്പാണ്. അപ്പൊ ആ കുറിപ്പ് എഴുതാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അത് വാസ്തവത്തിൽ ഫിക്ഷൻ ഒന്നും ഉദ്ദേശിച്ച് എഴുതുന്നതല്ല. ആ കുറിപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിൽ ഇതിൻ്റെ ഒരു ഫിക്ഷണൽ പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നുന്നത്. ആ തോന്നലിൽ നിന്ന് പിന്നീട് അത് ആ സമയത്ത് ഒരു നോവലറ്റിന്റെ പ്ലാനിലേക്ക് എത്തും. ഒരു 2-3 അധ്യായമുണ്ട്, അല്ലെങ്കിൽ 3-4 അധ്യായമുണ്ട് നോവലറ്റ്. പക്ഷേ അത് എഴുതാൻ തുടങ്ങുമ്പോൾ അത് അവർ പരസ്യമൊക്കെ കൊടുത്തു, ഇങ്ങനെ നോവലറ്റായിട്ട് ഇത് വരുന്നു. പക്ഷേ അത് കുറച്ച് എഴുതി തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ ഇവരോട് പറഞ്ഞ് എനിക്ക് കുറേ കൂടെ സമയം വേണമെന്ന് പറഞ്ഞ് പിന്നെ അതിന് വേണ്ട അന്വേഷണങ്ങളാണ്. ഈ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധമാണ് നമ്മുടെ വിഷയം. കേരളത്തിൽ തൊട്ട് അടുത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഉള്ളതിനേക്കാൾ അടുത്ത പ്രദേശത്ത് നടന്ന വലിയൊരു വംശഹത്യയുടെ കഥയുടെ പശ്ചാത്തലം, അത് നമ്മളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ, വേദനകളൊക്കെ തന്നെയാണ് വിഷയങ്ങൾ. പക്ഷെ അത് എങ്ങനെ ഒരു കഥയായിട്ട് പറയും, അങ്ങ് ഏത് തരത്തിൽ അതൊരു കഥയായിട്ട് പറയുന്നു? വളരെ ക്രൂഡായിട്ടുള്ള വയലൻസിന്റെ വിവരങ്ങളാണ് നമ്മളിലേക്ക് പല രീതിയിൽ വന്ന കാര്യം. അത് അതേപടി ആഖ്യാനം ചെയ്താൽ ശരിയാവും. ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ, എങ്ങനെ ഒരു കഥയായിട്ട് ഇത് പറയും എന്നുള്ളതായിരുന്നു മുമ്പിലുണ്ടായി. അതിൻ്റെ ഒരു കഥയുടെ തലത്തിലേക്ക് പോവാം. സ്വാഭാവികമായിട്ട് കഥയുടെ തലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ എല്ലാ കാര്യങ്ങളും വായിക്കാൻ ശ്രമിക്കുക. അത് പുസ്തകങ്ങളാവാം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവാം, ഡോക്യുമെന്ററി സിനിമകൾ ഉണ്ടാവാം, ബ്ലോഗുകൾ ഉണ്ടാവാം, പലതരത്തിലുള്ള ഒരുപാട് വ്യക്തികളായിട്ട് നമ്മൾ സംസാരിക്കും. നമുക്ക് പരിചയമുള്ള അധികം ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ പല ലെയറിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയുടെയും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ കൂടിയുള്ള ഒരു തമിഴകത്തിന്റെ ചരിത്രത്തിലേക്ക്. ഈ ചരിത്രം ഇപ്പൊ നേരത്തെ അടുത്ത് ഇത്ര അധികം ചരിത്രം വേണോ? ശരിയാണ്, എങ്ങനെയാണ് ആ വിഷയത്തിനെ സമീപിക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചരിത്രം വേണ്ട ഒരു കൃതിയാണെങ്കിൽ ചരിത്രം ഉപയോഗിക്കാം, ചരിത്രം ഉപയോഗിക്കേണ്ടാത്തതിൽ നമ്മൾ ചരിത്രം ഉപയോഗിക്കാതിരിക്കാം. അതൊക്കെ ആ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് വരും. ചരിത്രപരമായ കാര്യങ്ങളിലേക്ക്, സംസ്കാരത്തിലേക്ക്, അവരുടെ സംഗീതം, അവരുടെ നാടകം, അവരുടെ ഭക്ഷണ രീതികൾ, എല്ലാ കാര്യങ്ങളിലേക്കും കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ, ഈ സിംഹള സമൂഹത്തിന്റെ ലയൺ മിത്തുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കഥ പറയാനുള്ള പല പോസിബിലിറ്റീസ് ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു ഇപ്പൊ നോവലിൽ ഇപ്പൊ നമ്മൾ എത്ര വലിയ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റ് ദാർശനികത അതിലുണ്ടെങ്കിലും പറയുന്ന കഥ ശരിയായാൽ മാത്രമേ ഇത് വായനക്കാരിലേക്ക് എത്തൂ. കഥയിൽ കൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കഥയുടെ ഒരു രൂപം നിർമ്മിച്ചെടുക്കാനുള്ള അന്വേഷണങ്ങളാണ് ഇത്. എന്നെ സംബന്ധിച്ചൊരു 3-4 വർഷം തുടർന്ന് പോയതാണ്. 2013 ഇത് ഒരു എഴുത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തുന്നു. യാത്രകൾ പോകുന്നു, ശ്രീലങ്കയിൽ യാത്ര ചെയ്യുന്നു, ജാഫ്നയിൽ യാത്ര ചെയ്യുന്നു, അവിടെയുള്ള പല ആളുകളായിട്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ റിസ്കി ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടി കടന്നു പോയതിന് ശേഷം, എന്നിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളം ആ പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഈ നോവൽ പുറത്തു വരുന്നത്. 2009 ഇട്ടിക്കോരിക്ക് ശേഷം 2014 ഡിസംബറിലാണ് സുഗന്ധി നോവലായിട്ട് വരുന്നത്. അപ്പൊ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പ്, എഴുത്തിനേക്കാൾ കൂടുതൽ എഴുത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പൊ എഴുതുന്നത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ഒരുപാട് കാലത്തെ ഉണ്ടാവും. ആ അന്വേഷണങ്ങൾ തന്നെ ചിലപ്പോൾ അന്വേഷണങ്ങൾ കൂടി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുതിയ ചില ലീഡ് കിട്ടിയിട്ട് നമ്മൾ വേറെ പല വഴിക്കും പോവുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വിട്ടുപോയത്.
പക്ഷെ അത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടി അതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞു ഇത് കഴിഞ്ഞു. മാത്രം ഈ ഒരു ഉത്തരാധുനികതയുടെ ഭാവുകത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ചരിത്രം മാറുന്നുണ്ട്. ഇപ്പൊ അതെ, ചരിത്രം അതിനെ മുൻനിർത്തിയാണ്. അത് ഞാൻ പറയാം. ഇപ്പം എത്തിക്കോരയില് ഒരു ചാപ്റ്ററിൽ ഉംബർട്ടോ എക്കോനെ കോട്ട് ചെയ്യുന്നു. എക്കോയുടെ ഓൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് വൈ റൈറ്റ് നോവൽ റീ റൈറ്റ് ഹിസ്റ്ററി. ഓൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പുസ്തകം 2006 അങ്ങനെ ഏതൊരു കാലത്താണ് ഞാൻ വായിക്കുന്നത്, ആൽഫയ്ക്ക് ശേഷമുള്ള ഒരു കാലത്ത്. പുതിയ കാലത്തെ നോവൽ മാറുന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വായിച്ച പുസ്തകം. ചരിത്രം ഇപ്പോഴും അധികാരത്തിനോട് ചേർന്നിട്ടാണ്. അപ്പൊ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു അംഗീകൃത ചരിത്രത്തിന്റെ പുറത്തായി പോകുന്നത്. ഇവരുടെ ചരിത്രം അവർക്ക് പറയാനുള്ള ഇടം എന്ന് പറയുന്നത് സാഹിത്യത്തിൽ കൂടെ മാത്രം സാധ്യമാകും. ചരിത്രത്തിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്താക്കപ്പെടുന്ന ആളുകൾ. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ചരിത്രം പറയാനുള്ള ഒരു ഇടമായിട്ട് സാഹിത്യം എന്നുള്ള അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. സാഹിത്യത്തിന് കുറച്ചും കൂടെ വലിയൊരു സാധ്യതയായതുകൊണ്ട് അത് ഉപയോഗിക്കും. ഈ പുതിയ ഉത്തരാധുനിക നോവലുകൾ, റുഷ്ദിയുടെ നോവൽ എടുത്താലോ അല്ലെങ്കിൽ കാലത്ത് എഴുതുന്ന ആരെ എടുത്താലും, ഇപ്പം കുന്തേര എടുത്താലോ ബളേനോ എടുത്താലോ ഏത് എഴുത്തുകാരനെ നിങ്ങൾ എടുത്താലും അവർ ചരിത്രത്തിന്റെ അനന്തമായ സാധ്യതകളിലേക്ക് പോകുന്നതായിരിക്കാം. നമുക്ക് ഒരുപാട് പൂരിപ്പിക്കപ്പെടാത്ത ഇടങ്ങൾ, ഭാവനയുടെ അനന്തമായ സാധ്യതകൾക്കുള്ള ഇടങ്ങൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഒരു നോവലിൽ കൂടി അവതരിപ്പിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ഒരു കൗണ്ടർ ഹിസ്റ്ററി. യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, അതിന്റെ ഒരു മെത്തഡോളജിയും അതിന്റെ ഒരു പഠന രീതികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയും. മറിച്ച് ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ചരിത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് കല അല്ലെങ്കിൽ സാഹിത്യം അതിനെ ഉപയോഗിക്കാനുള്ള സാധ്യത ചില നമ്മുടെ അന്വേഷണങ്ങൾ ചില സ്ഥലത്തെത്തും. ഇപ്പൊ മഹീന്ദൻ അഞ്ചാമൻ AD 1000 അനുരാധപുരയിൽ അവസാനമായിട്ട് ഭരിച്ചിരുന്ന ഭരണാധികാരിയുടെ ജീവിതത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ സുഗന്ധി എന്നുള്ള ആണ്ടാൾ ദേവനായകി എന്നുള്ള നോവൽ എഴുതാനുള്ള വലിയൊരു സാധ്യത അവിടെ വെച്ച് തുറന്നു വിട്ടുകയാണ് നമുക്ക്. ഈ AD 1000 ഈ AD 1000 ഉണ്ടായിരുന്ന മറ്റ് പലതരത്തിലുള്ള ഡിസ്കോഴ്സുകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് തന്നെ ഇപ്പം ഘോഷിന്റെ സിയോ പോപ്പീസിലോ അല്ലെങ്കിൽ അതേപോലെ ഓരോരുത്തരും പല രീതിയിലാണ് ഇത്തരം കാര്യങ്ങളെ അന്വേഷിക്കുന്നത്. ഇപ്പൊ ചരിത്രം കഥ പറച്ചിലിന്റെ നിലനിൽക്കുന്ന സാമൂഹിക അവസ്ഥകളോടുള്ള കലഹത്തിന്റെ അധികാരത്തോടുള്ള വിയോജിപ്പിന്റെ ഒക്കെ വലിയൊരു സാധ്യതയായതുകൊണ്ടാണ് ചരിത്രം ഉപയോഗിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായതുകൊണ്ട് അതാണ് ഞാൻ അതിനെപ്പറ്റി പറയാനുള്ളത്. രണ്ടാമത്, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി പുസ്തകം എഴുതുന്നതോടുകൂടി മരിച്ചു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ എത്ര കണ്ട് ശരിയുണ്ട്. ഇപ്പം ആദ്യത്തെ നോവൽ എഴുതിയിട്ട് ഒരു മാസം ആയുള്ളൂ. ഞാൻ നിത്യകല്യാണിയെ കുറിച്ചുള്ള FB പോസ്റ്റുകളും ഒക്കെ കണ്ടു. നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു പുസ്തകമാണെന്ന് അറിഞ്ഞാലും സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ എത്ര കണ്ട് പറഞ്ഞാലും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ പറയണം ഞാൻ എഴുതി കഴിഞ്ഞ കൃതിയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വായിക്കാമെന്ന് പറഞ്ഞാലും വായനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവർ ഇതിനകത്ത് എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ പച്ച മഞ്ഞ ചുവപ്പ് എന്നുള്ള അവസാന നോവലിൽ ഒഴികെ അതുവരെയുള്ള എല്ലാ കൃതികളിലും എന്നെ കഴിയുന്നത്ര മാറ്റി നിർത്തിക്കൊണ്ട് എഴുതാനാണ്. എഴുതുന്ന ആൾ ഞാനായതുകൊണ്ട് ഈ ശ്രമം എന്നേ പറയാൻ പറ്റും. 100% അത് ചിലപ്പോൾ നടന്നെന്ന് വരില്ല. കഴിയുന്നത്ര നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരികളിൽ ഊന്നി നിന്ന് കൊണ്ട് പറയാതെ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് ഒരു സംവാദത്തിൻ്റെതായ ഭൂമികയാണ് സാഹിത്യത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. നമ്മുടേതായ ഏതെങ്കിലും ശരികളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ബാക്കിയുള്ളവരെ കൊണ്ട് അംഗീകരിക്കും ഒരു രീതിയല്ല. സമൂഹം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരാളെ പോലെ മറ്റൊരാളില്ല. നമ്മൾ മനുഷ്യരെല്ലാം തുല്യരാണെന്നൊരു മഹത്തായ ആശയം ഒക്കെ പറയാമെങ്കിലും ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യൻ
ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഈ വൈവിധ്യങ്ങളാണ് മനുഷ്യന്റെ, പ്രത്യേകിച്ച് കലയിലൊക്കെ മുന്നോട്ട് പോകുന്നത്, സാഹിത്യത്തിൽ പ്രത്യേകിച്ചും. സാഹിത്യം ഒരിക്കലും മറ്റ് ക്ലാസിക്കൽ കലകളുടെയൊക്കെ രീതി അനുസരിച്ച് അതിന്റെ ഒരു ചിട്ടയിൽ ഉള്ളിൽ അതേ രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു കൃതി രചിച്ചുകൊണ്ടല്ല. ഓരോ പുതിയ നോവലിലും അല്ലെങ്കിൽ പുതിയ കഥയിലും എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ കഥയെക്കുറിച്ചോ നോവലിനെ കുറിച്ചോ നിലനിൽക്കുന്ന നിർവചനങ്ങളെ നിരാകരിച്ചുകൊണ്ട് മറ്റൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഹിത്യ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നിരൂപകരൊക്കെ സാഹിത്യത്തിനെ കുറിച്ച് പഠിക്കാനും അതിനെപ്പറ്റി നിർവചിക്കാനും നിരൂപണം നടത്താനും ഒക്കെ പല മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമ്പോൾ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ചെയ്യുന്നത് തങ്ങളുടെ കൃതികളിലൂടെ ഈ മാനദണ്ഡങ്ങളോടുള്ള കലഹമാണ്. ഒരു ഭരതനാട്യം അഭ്യസിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കഥകളി ചെയ്യുന്ന പോലെയോ അല്ല സാഹിത്യത്തിൽ ചെയ്യുന്നതെന്ന് പറയുന്നതിന് ഒരു കാരണം. അങ്ങനെ വരുമ്പോൾ നിരന്തരമായിട്ടുള്ളൊരു കലഹത്തിലൂടെ ഇത് നിർവഹിക്കുകയും അതിൻ്റെ ഒരു ഡിസ്കോഴ്സിനുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ശരി അല്ലെങ്കിൽ വ്യക്തിപരമായി എൻ്റെ വിശ്വാസങ്ങളോ ബോധ്യങ്ങളോ വെച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കുന്ന രീതിയിൽ ഞാൻ കഥയോ നോവലോ ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താണ് സംവാദങ്ങളെ നിരാകരിക്കുന്ന ഒരു രീതിയാവുന്ന ബോധ്യമുള്ളൂ. അപ്പൊ എൻ്റെ കൃതികളിൽ തന്നെ ഞാൻ വിയോജിക്കുന്ന കാര്യം, ഞാൻ ഒരു തരത്തിലും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചേർന്നുള്ള ഒരു സംവാദത്തിൻ്റെതായിട്ടുള്ള ഇടം, വളരെ യോജിപ്പും വിയോജിപ്പും കലഹങ്ങളും ചേർന്ന ഒരു ഇടമായിട്ട് അതിനുള്ള സാധ്യതകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് ചേർത്ത് പറയാനാണ്. എഴുത്തുകാരൻ ഇതിൽ തിരയുന്നവരെ സംബന്ധിച്ചോളം എന്നോട് പലരും ചോദിച്ചു, കഥ എഴുത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ടിക്കോരയിൽ അതിൽ നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ സുഗന്ധിയിലെ പീറ്ററിൽ നിങ്ങളുണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കും. നമ്മൾ ഇല്ല, നമ്മളല്ല, അത് നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കും എഴുത്തുകാരനെ ഇതിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തിയെടുക്കാനുള്ള. പിന്നെ ഒരു പുതിയ കാലത്ത് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഒരു ഉപവിഭാഗം എന്നുള്ള നിലയിൽ സാഹിത്യത്തെ പഠിക്കുന്ന രീതിയോടും വ്യക്തിപരമായിട്ട് ചില വിയോജിപ്പുകളാണ്. സാഹിത്യം എന്ന് പറയുന്നത് അത് ഒരു ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന ഒരു കലാപ്രവർത്തനമാണ്. അതിന് ഒരു സാംസ്കാരിക പഠനത്തിന്റെ ടൂൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ചില സംശയം. പക്ഷെ ഇപ്പോൾ പൊതുവെ നടക്കുന്ന സാഹിത്യ പഠന രീതി അത്തരത്തിലാണ്. സാഹിത്യത്തെ കൾച്ചറിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അത്തരത്തിൽ അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്നവർ സ്വാഭാവികമായിട്ട് ഇതിൽ എഴുത്തുകാരനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൂടുതൽ വരും. എന്തുകൊണ്ട് എഴുത്തുകാരൻ ഒരു പ്രത്യേക വാചകം അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കഥാസന്ദർഭം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടല്ലേ, അത് അയാൾ വേറെ ചില താല്പര്യങ്ങളിൽ കൂടിയല്ലേ അത്തരത്തിൽ പറയുന്നത്. ഇത് എഴുത്തെന്ന് പറയുന്നത് പൂർണ്ണമായ ബോധത്തോടു കൂടി നിർവഹിക്കപ്പെടുന്ന ഒരു വ്യക്തമായ പ്രവർത്തന പദ്ധതി അനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ധാരണയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സാഹിത്യരചന, അപ്പം ഈ മുത്തുകല്യാണി എഴുതുന്ന സമയത്ത് നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും, പൂർണ്ണമായും അത്തരത്തിൽ നമ്മുടെ ഒരു എന്തെങ്കിലും വലിയൊരു കെട്ടിടം ഉണ്ടാക്കുന്ന പോലെ പ്ലാനും സ്കെച്ചും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇതിൽ നമ്മുടെ ഭാവനയുടെ വലിയ ഒരു ആഘോഷം സംഭവിക്കുന്നുണ്ട്. ആ ഭാവന എങ്ങനെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സുഗന്ധിയില് പഴയ കാലത്ത് സുസാന സുബിന എന്ന് പറയുന്ന പഴയ കാലത്ത് സുഗന്ധിയുടെ കഥ എഴുതുമ്പോൾ ഒരു 4 or 5 അധ്യായത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് എഴുതി കൊണ്ട് വരുന്ന സമയത്ത് നമ്മളെ എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മൾ ഭാവനയുടേതായ സർഗാത്മകതയുടെ ഒരു ഉന്മാദത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ചിലപ്പോൾ സാംസ്കാരിക പഠനത്തിന്റെ ടൂൾ വെച്ചിട്ട് ഇതിനെ അളക്കാനോ മനസ്സിലാക്കാനോ പറ്റണമെന്നില്ല. അത് കലയുടെ സർഗാത്മകമായ ആവിഷ്കാരത്തിന്റെ ഒരു തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അത് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചിലപ്പോൾ എഴുത്തുകാരന് പോലും എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലും വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതൊരു സാഹചര്യത്തിലായിരിക്കാം
ഒരു പ്രത്യേക കഥയിൽ അല്ലെങ്കിൽ പ്രത്യേക നോവലിൽ ഒരു ഒരു കഥാപരിസരം നമ്മൾ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇപ്പൊ ലാൽ ദത്തിനെ പറ്റിയിട്ട് വായിച്ചിട്ടുള്ള അവരുടെ കഥകൾ അവരുടെ കവിതകൾ വായിച്ച അല്ലെങ്കിൽ അവരെ പറ്റി വായിച്ച ഒരു പശ്ചാത്തലത്തിൽ അന്തർബദർ മോഗർ എന്നുള്ള നോവൽ എഴുതുമ്പോൾ അതിൽ നമ്മൾ ചില പഴയ കാലത്തെ കഥകളെ പോലെ ആരിഫത്താത്തയുടെ കഥകൾ പറയും. അത് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. അപ്പൊ മുൻകൂർ നമ്മൾ ഇങ്ങനെ ഒരു കഥ പറയാമെന്ന് തീരുമാനിച്ചുകൊണ്ടൊന്നുമില്ല സംഭവിക്കും. അപ്പോൾ എഴുത്തുകാരനെ വായനക്കാരനെ അന്വേഷിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ വയ്യ. വായനക്കാർ എപ്പോഴും ഇതിൽ എഴുത്തുകാരനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. സാംസ്കാരിക പഠനങ്ങളുടെ ഒരു കാലത്ത് പലപ്പോഴും എഴുത്തുകാരനെ അതിലൊരു പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യുക പോലും ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ള സമീപനങ്ങളെ നമുക്ക് നിരാകരിക്കാനും പറ്റില്ല. അത് അതിൻ്റെ ഒരു മെത്തഡോളജിയാണ് അതനുസരിച്ച് ചെയ്യുന്നത്. പക്ഷേ എഴുത്തുകാരനേക്കാൾ ഉപരി ടെക്സ്റ്റിനെ തന്നെയാണ് പഠിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഭാരത് പറയുന്നതിനോട് ഒരു നല്ലൊരു ശതമാനം യോജിക്കുന്ന ആളാണ്. എന്നാൽ ഇത് മറ്റൊരു സാധനമാണ്, എഴുത്തുകാരനല്ല, വ്യക്തിയല്ല. അയാൾ എഴുതുന്ന കൃതി മറ്റ് ഒരു സൃഷ്ടിയാണ്. അതനുസരിച്ച് തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. പലപ്പോഴും ഈ കർത്തൃത്വത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുക, അതും അശ്വിനി പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ആരാണ് എഴുതിയത്? എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പശ്ചാത്തലം? റെയിൽവേ ജോലിക്കാരാണ്. അത് തുടക്കത്തിലുള്ള കാലാവധി, പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ വ്യത്യാസം വരും. റെയിൽവേക്കാരൊക്കെ എഴുത്തുകാർ വളരെ കുറവാണല്ലോ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു സാഹിത്യത്തിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പലരും ചോദിച്ചു. എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ജാതി സംബന്ധമായിരിക്കാം ആ ചോദ്യം, ചിലപ്പോൾ മതസംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള നിങ്ങൾ എവിടെ ആണ്, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് സാഹിത്യത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ നിരന്തരമായിട്ട് ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എഴുത്തുകാരൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞാലും എഴുത്തുകാരൻ നിരന്തരമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. സർ, മലയാളം MA വിദ്യാർത്ഥിയായ അശ്വിത ഇൻബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മലയാള സാഹിത്യത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ബാല്യകാലസഖി എന്ന കൃതി അങ്ങേ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നതിനെ കുറിച്ച്. ബാല്യകാലസഖി ആദ്യകാലത്ത് വായനയിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്. പക്ഷെ എൻ്റെ തുടർന്നുള്ള എഴുത്തിൽ ബാല്യകാലസഖി കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരു കോളേജ് പഠനകാലം വരെയുള്ള സമയത്തുള്ള വായനയിൽ തീർച്ചയായിട്ടും എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് തന്നെയാണ് ബാല്യകാലസഖി. ബഷീറിന്റെ എഴുത്തുകളും തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കാലത്ത് സാഹിത്യത്തിന്റെ ഞാൻ പുസ്തകങ്ങൾ വായിക്കുമെന്നല്ലാതെ ഇതിൻ്റെ ഒരു ഗൗരവമായ എനിക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു ഇടമായിട്ടൊന്നും ഞാൻ കണ്ടിരുന്നില്ല. അങ്ങനെ കണ്ടു തുടങ്ങുന്ന ഒരു കാലത്ത് എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റ് പല വിഷയങ്ങളുമാണ്. ആ സമയത്ത് ബാല്യകാലസഖി എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ വായനയോ ഒക്കെ നമ്മുടെ ഒരു ഭാഷയെയോ അല്ലെങ്കിൽ ആഖ്യാനത്തെയോ ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ബോധത്തിലോ അബോധത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും മറ്റു പുസ്തകങ്ങളൊക്കെ. ഓക്കെ, നന്ദി സർ. ആർക്കെങ്കിലും ഒക്കെ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ചോദ്യങ്ങൾ ഉണ്ടോ ഇനി? ചോദ്യങ്ങളില്ലെങ്കിൽ ടീച്ചർ കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ.
ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അധ്യാപകരും ഒക്കെ ഉണ്ട്, മറ്റ് കോളേജുകളിലെ അധ്യാപകരുണ്ട്, ഗവേഷകരുണ്ട്. ആർക്കും ചോദിക്കാം, വിദ്യാർത്ഥികൾ തന്നെയാണെന്നൊന്നും ഇല്ല. ആർക്കും ചോദിക്കാം, നമ്മുടെ മുന്നിലൊരു അവസരമാണിത്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാഷെ, പിന്നെ സ്വാഭാവികമായിട്ട് മാഷിന്റെ നോവലുകൾ വായിക്കുമ്പോൾ ഇപ്പോൾ ചരിത്രത്തെ സംബന്ധിച്ചിട്ടൊക്കെ മാഷ് വളരെ വ്യക്തമായ നിലപാട് എല്ലാ ഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സംശയം CV രാമൻ പിള്ള മാഷിന്റെ രചനയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അതിനെ അനുകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങയുടെ വായനയിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എത്രമാത്രം, അല്ലെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും എഴുത്തുകാര് ഇത്തരത്തിൽ അങ്ങയെ എഴുത്തിന്റെ വഴിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? CV രാമൻപിള്ള സ്വാഭാവികമായിട്ട് ഏതൊരു മലയാള എഴുത്തുകാരനെയും നോവൽ എഴുതുന്ന ആളെ സ്വാധീനിക്കുന്ന എഴുത്തുകാരൻ തന്നെയാണ്. ഇപ്പം മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും ഒക്കെ വായിച്ച് തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. ചരിത്രത്തിനെ ധീരമായിട്ട് സമീപിക്കാനുള്ള ഒരു ധൈര്യം CV നമുക്ക് തരുന്നത്, അതാണ് അതിൽ പ്രധാനമാണ്. ഇപ്പം മാർത്താണ്ഡവർമ്മയെ തന്നെ അറിയാം, ശരിക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായിട്ടുള്ള പോലെ CV അവതരിപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുള്ളൂ. CV-യുടെ എഴുത്ത് നമ്മളെ സ്വാധീനിക്കും. CV-യുടെ മാത്രമല്ല, അപ്പൊ ഈ ഇതിൽ പോകുമ്പോൾ പല എഴുത്തുകാരും, ഇപ്പൊ ആനന്ദിനെ പോലുള്ള എഴുത്തുകാർ നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചിന്തകളെ രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ സാഹിത്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ OV വിജയനും ആനന്ദും മുകുന്ദേട്ടനും ഒക്കെ എല്ലാ ആളുകളും പല രീതിയിലാണ് അവർ നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നത്. CV ചരിത്രത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അതിനോട് നമുക്കൊരു ധൈര്യമാണ് തരുന്നതെങ്കിൽ, ആനന്ദ് ചിലപ്പോൾ വളരെ ദാർശനികമായൊരു മാനം നമ്മുടെ എഴുത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം എന്നുള്ള അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് ആയിരിക്കാം എത്തുന്നത്. അപ്പൊ ആൽഫിക്ക് എഴുതുന്ന ഒരു കാലത്തൊക്കെ ആനന്ദിന്റെ എഴുത്തിന്റെ പോലെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള എഴുത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന എഴുത്തുകാരിൽ ഒരാളാണ്. തീർച്ചയായിട്ടും അത്തരം എല്ലാവരും മലയാളത്തിൽ ഇത് ഇപ്പൊ എഴുത്തെന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു TD രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനോ, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനോ മീരയോ ബെന്യാമിനോ അങ്ങനെയൊന്നും ഒരു എഴുത്തുകാരൻ അങ്ങനെ സംഭവിക്കുന്നില്ല. മലയാള ഭാഷ എന്ന് തുടങ്ങി അതിന് എഴുത്തച്ഛൻ മുതലോ, അല്ലെങ്കിൽ അതിനു മുമ്പ് മലയാളം ഉപയോഗിച്ചിരുന്ന ആളുകൾ മുതൽ ഏറ്റവും പുതിയ കാലത്ത് എഴുതുന്ന മലയാളത്തിൽ കവിതയോ കഥയോ നോവലോ ഒക്കെ എഴുതുന്ന ആളുകളിലേക്ക് അതിൻ്റെ ഒരു തുടർച്ചയാണ് സംഭവിക്കുന്നത്. ഇതുവരെ എഴുതിയിരുന്ന ആളുകളുടെ എല്ലാ തരത്തിലുള്ള ഒരു ആ ഊർജത്തിന്റെ പുറത്താണ്. അത് ഭാഷയിൽ, പ്രയോഗങ്ങളിൽ അവരൊക്കെ സൃഷ്ടിച്ചു വെച്ച ആ സമ്പത്തിന്റെ മുമ്പിൽ ചെറുതായിട്ട് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ട് മുമ്പോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. എല്ലാ ആളുകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ തോതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ പോകാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റും. ഓക്കെ പക്ഷേ ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സാർ, ഒരു കാര്യം, ചരിത്രത്തെ താങ്കൾ സ്വന്തം നോവലിന്റെ ഭാഗമാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതൊരു വെല്ലുവിളിയായിട്ടാണോ കൂടുതൽ ഒരു വഴി തെളിക്കുന്ന ഒരു ഘടകമായിട്ടാണോ തോന്നിയിട്ടുള്ളത്? അല്ല, അത് എഴുത്തിന്റെ ഒരു സാധ്യതയാണ്. അംഗീകൃത ചരിത്രത്തെ അധികാരത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള തലത്തിൽ എടുത്ത് അതിനെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും നോക്കി പുതിയ വഴികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. വാസ്കോ ഡ ഗാമ ഇന്ത്യ കണ്ടെത്തി, അല്ലെങ്കിൽ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ, ആഫ്രിക്ക ചുറ്റി കെനിയയിലെ മിലിന്ദ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെയും കൂട്ടി
കേരളത്തിലേക്കുള്ള വഴി അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ സമയം. ഇത് ഒരു അംഗീകൃത ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു എഴുത്തുകാരൻ ഇതിനെ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു വഴികാട്ടി കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിലനിൽക്കുന്ന ഒരു വഴി ഉണ്ടെന്നും ആ വഴി മുമ്പേ ആളുകൾ ഉപയോഗിച്ചിരിക്കാമെന്നും അത്തരം ഒരു വഴി എന്തുകൊണ്ടും കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഉപയോഗിക്കാതിരുന്നിരിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഫ്രാൻസിസ് ചിറ്റിക്കോര എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടാകുന്നത്. അപ്പൊ ചരിത്രത്തെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും ഇടാനും അതിൽ നിന്ന് കഥ പറയാനുള്ള പുതിയ ചില വഴികൾ അന്വേഷിക്കാൻ വെല്ലുവിളിയല്ല, വാസ്തവത്തിൽ കഥ പറച്ചിലിന്റെ വലിയൊരു സാധ്യതയായിട്ടാണ് അത്തരം കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി ചോദിക്കാം. എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്നാലും ഓക്കെ സാർ. ഓക്കെ സാർ. 90കൾ മുതൽ ഇങ്ങോട്ടുള്ള നോവലിൻ്റെ വഴികളെക്കുറിച്ച് പുതുകാലം പുതുനോവൽ എന്ന വിഷയത്തിലൂന്നി സാർ നടത്തിയ പ്രഭാഷണം, അതിൽ തൻ്റെ തന്നെ നോവലിൻ്റെ രചനാ വഴികളെക്കുറിച്ച് സംവാദ രൂപത്തിൽ വളരെ മികച്ച പ്രഭാഷണമായിരുന്നു. കഴിയുന്നത്ര തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നോവൽ എഴുതുന്നതെന്ന് സാറ് പറഞ്ഞു. അതോടൊപ്പം എല്ലാ പ്രദേശത്തെയും കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുവെന്നും ലോകത്തെ ഒന്നായി കാണാനും ലോകമാനവികതാബോധത്തിൽ ഊന്നിക്കൊണ്ട് തൻ്റെ രചനകൾ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്ന സാറിൻ്റെ പ്രഭാഷണം സനാതന ധർമ്മ കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം അവിടുത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കൊക്കെ അക്കാദമിക രംഗത്ത് ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത്തരത്തിലൊരു പ്രഭാഷണം തന്നെയായിരുന്നു പുതുകാലം പുതുനോവൽ എന്ന വിഷയത്തെ മുൻനിർത്തി സാറ് അവതരിപ്പിച്ചത്. അതിന് ഏറെ നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും. അജയൻ മാഷേ, ഹലോ. ടീച്ചർ, ആ, വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ 25ാമത് പ്ലാറ്റിന പെരുമയുടെ 25ാമത് പ്രഭാഷണം വളരെ സാർത്ഥകമായി സമാപിച്ചിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുകയും അതിനുശേഷം അതിനോടനുബന്ധിച്ചുണ്ടായ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ മറുപടികൾ പറയുകയും ചെയ്തു. ഇന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 25 എന്നുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം സൂസന്ന ടീച്ചറും വളരെ ഭംഗിയായ ഒരു ആമുഖവും തുടർന്നുള്ള ചർച്ചയും സംവാദവും നിയന്ത്രിക്കുകയും ചെയ്തു. ടീച്ചറിനോടുള്ള സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. അജയൻ സാർ. ഓക്കെ. നമ്മുടെ ഇന്നിപ്പോ അവസാനം വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്. 2 ക്ലാസ്സുകാർക്ക് ഒരു പരീക്ഷ വന്നിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് സപ്ലിമെന്ററി, ഒരു കൂട്ടർക്ക് റെഗുലർ പരീക്ഷയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ ഒന്ന് കയറിയിട്ടൊക്കെ കുറച്ച് പേര് ഇറങ്ങിയത്. മാഷിന്റെ സാന്നിധ്യത്തിന് വലിയ നന്ദിയും സ്നേഹവും. തീർച്ചയായിട്ടും ഈ ഒരു പരിതസ്ഥിതി കഴിയുമ്പോഴും മാഷ് കോളേജിൽ
എത്തണം. നേരത്തെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്, മാഷ് സമ്മതിച്ചിട്ടുള്ളതുമാണ് പലപ്പോഴും. പക്ഷെ കോവിഡൊക്കെ ഒതുങ്ങട്ടെ, കോവിഡൊക്കെ പൂർണ്ണമായിട്ട് ഒതുങ്ങട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായതുകൊണ്ട്. തീർച്ചയായും. അപ്പോൾ വലിയ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം. അങ്ങയുടെ പുതിയ രചനകൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വരട്ടെ എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും. ഈ സെഷന് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് MA മലയാളം വിദ്യാർത്ഥിനിയായ പ്രിയങ്കയെ ക്ഷണിക്കുന്നു. പ്രിയങ്ക, പ്രിയങ്ക മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുക. അയ്യൻ സാറേ, ഞാൻ 2 വാക്ക് പറയട്ടോ? കേൾക്കാവോ? അജയൻ സാർ. പറഞ്ഞു സാറേ, പറഞ്ഞു. ഞാൻ പ്രഭാഷണത്തിൻ്റെ ആരംഭം കേട്ടു. പിന്നെ ഞാനൊരു യാത്രയിലായിരുന്നു. അത് ഇപ്പോൾ ഞാൻ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലെത്തി. എനിക്കതുകൊണ്ട് സാറിൻ്റെ മുഴുവൻ പ്രഭാഷണത്തെ പറ്റി വിലയിരുത്താനൊന്നും ഞാൻ ആളല്ല. ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയുമല്ല, മലയാളം വിദ്യാർത്ഥിയുമല്ല. പിന്നെ ഇത് കേൾക്കുന്നതിലും അതിനെപ്പറ്റി ഒരു ആത്മചിന്ത നടത്തുന്നതിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അജയകുമാർ സാറ് ഈ 75 പ്രഭാഷണ പരമ്പരകൾ തുടങ്ങുന്നു എന്ന് തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ 75 നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അജയൻ സാറിനോടൊപ്പം ഉണ്ടാവും. എൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എപ്പോഴും അജയൻ സാറിന്, മലയാളം വിഭാഗത്തിലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതാ ഒരു നാഴികക്കല്ല് കടന്നിരിക്കുന്നു. അതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ മലയാളം അജയൻ സാറിനും ടീമിനും, അജയൻ സാറിനും സംഘത്തിനും നൽകുന്നു. സാറിൻ്റെ പ്രഭാഷണം മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്രദമാകും എന്ന് ആശയോടെ ഇനിയും ഈ കോവിഡ് കാലാനന്തരത്തിൽ സാറ് സനാതനധർമ്മ കോളേജിൽ ഒന്ന് സന്ദർശിച്ച് ഞങ്ങളുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം എന്നൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് SD കോളേജിൻ്റെ ലൈസൺ ഓഫീസർ എന്ന നിലയിലും മാനേജ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിലും സാറിന് എല്ലാ ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ മലയാള വിഭാഗത്തിലെ അധ്യാപകർക്ക്, കുട്ടികൾക്ക്, സ്വാഗതം പറഞ്ഞവർക്ക്, ഇതിനെ കൺട്രോൾ ചെയ്ത കുട്ടിക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ദേവിക വർമ്മ ടീച്ചറിനുമൊക്കെ എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല, സജിത് സാറ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നന്ദി, നമസ്കാരം. നന്ദി സാർ. ഞങ്ങളുടെ ലൈസൺ ഓഫീസറും കൊമേഴ്സ് വിഭാഗത്തിലെ മുൻ HOD ഒക്കെയാണ് സാറ്, രമേശ് മാഷെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. SD കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന 75 വെബ് ഭാഷണ പരമ്പരയിലെ 25ാമത്തെ പ്രഭാഷണമാണ് ഇവിടെ നടന്നത്. പുതുകാലം, പുതു നോവൽ എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ സാറാണ് പ്രഭാഷണം നിർവഹിച്ചത്. ഭാവനയെയും യാഥാർത്ഥ്യത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ മായ്ച്ചുകൊണ്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ആ എഴുത്തുകാരനെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രഭാഷണത്തിന് ഔപചാരിക